പഴതൊരു മുൻപേയിൽ അലീന മകളാണെന്ന സത്യം വൈജയോട് വെളിപ്പെടുത്തുന്ന മനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അങ്ങനെ മഴതൊരു മുമ്പേയിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ മനുവിനോട് സത്യം വെളിപ്പെടുത്താൻ ഒരുങ്ങുന്നതാണ് കാണാനായിട്ട് സാധിക്കുക. ബാലചന്ദ്രനാണെങ്കിൽ മനുവിനോട് പറയുന്നുണ്ട്, എടാ മനു, സത്യം പറഞ്ഞാൽ അലീനയെ ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു, അല്ലാതെ ഞാനൊരു പെണ്ണിനെയും ചതിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല എന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അങ്കിൾ വെറുതെ നുണയൊന്നും പറയാനായിട്ട് നിൽക്കൊന്നും വേണ്ട, അങ്കിളുടെ മനസ്സിലുള്ളതെല്ലാം എനിക്കറിയാവുന്നതാണ് എന്ന് പറയുന്നത് കാണാം. എന്ത് അറിയാവുന്ന നീ പറയുന്നതിൻ്റെ മനു? ആ ശിവേട്ടനും പിന്നെ ആ രാജീവനും പറഞ്ഞ കഥകളല്ലേ നിനക്കറിയുള്ളൂ, അതിനപ്പുറമുള്ള നിന്റെ ആൻറ്റിയുടെ കഥകൾ നിനക്കറിയോ എന്ന് ചോദിക്കുന്നത് കാണാം. ഇതേ സമയമാണെങ്കിൽ ആൻറ്റിയുടെ കഥകളോ? ആൻറ്റിയുടെ എന്ത് കഥകൾ? വൈജാൻറ്റി ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പിന്നെയാണെങ്കിൽ അങ്കിളുടെ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടി ഒരിക്കലും അങ്കിള് വേറെ ഒരു കഥ ഉണ്ടാക്കി പറയണമെന്നില്ല എന്ന് പറയുന്നു. എൻ്റെ മനു, ഞാൻ പറയാൻ പോകുന്നത് മൊത്തമായി നീ കേക്ക്, അതിനപ്പുറം അതിനുശേഷം നിനക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് പറയാലോ എന്ന് പറയുന്നു. അതെ, ഇതൊരു പണ്ട് നടന്ന കഥയാണ്. അതായത് ഞാനും വൈജയും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാം. എന്താ അങ്ങളേത് ഇത്ര വലിച്ചു നീട്ടുന്നത്? കാര്യം പറയൂ എന്ന് പറയുമ്പോൾ, അതായത് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വൈജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ നിന്റെ മുത്തശ്ശനും പിന്നെ വേറെ നിന്റെ അങ്കിളും കൂടി ചേർന്ന് ഒരു അനാഥാലയത്തിൽ കൊണ്ടുവന്ന് തള്ളി. ആ കുഞ്ഞ് ആണ് അലീന. അതാണ് ഇപ്പോൾ വളർന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നു. അത് കേട്ട മനു പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, ഞാൻ വിശ്വസിക്കുകയുമില്ല. അലീന എന്നോട് ഈ കഥ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നത് കാണാം. അപ്പോഴതാ ബാലചന്ദ്രൻ മനുവിനെ അടുത്തിരുത്തിയിട്ട് പറയുന്നു, എടാ, അലീന എന്നോട് ഈ സത്യമൊന്നും പറഞ്ഞതല്ല, ഞാൻ സത്യം കണ്ടുപിടിച്ചതാണ്, അറിഞ്ഞതാണ് എന്ന് പറയുന്നത് കാണാം. അതായത് എനിക്ക് അലീനയുടെ മേലും അലീനയുടെ പെരുമാറ്റത്തിന്മേലും ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഒടുവിലാണ് എനിക്ക് അലീനയുടെ ആ ജന്മരഹസ്യം, അലീനയുടെ അമ്മ ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. പലതവണ ഞാൻ അവളോട് ചോദിച്ചിട്ടും അവൾ സമ്മതിച്ചില്ല. ഒടുവിൽ തെളിവ് നിരത്തി ചോദിച്ചപ്പോൾ അവളത് സമ്മതിച്ചു എന്ന് പറയുന്നത് നമുക്ക് കാണാം. അപ്പോഴതാ നമ്മുടെ മനു ആകെ തകർന്ന് ബാലചന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, അങ്കിളെ, ഞാൻ പറഞ്ഞതിനെല്ലാം എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത് നമുക്ക് കാണാം. എൻ്റെ മനു, എനിക്ക് നിന്നോടൊരു പരാതിയോ പരിഭവമോ ഒരു വിഷമമോ ഇല്ല. കാരണം നീയും സത്യം അറിഞ്ഞിട്ടില്ല, നീ സത്യം അറിയാതെയാണ് കുറ്റപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. എനിക്കതിൽ ഖേദമൊന്നുമില്ല. ഇപ്പോൾ സത്യം അറിഞ്ഞപ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തുന്നത് നിർത്തിയില്ലേ എന്ന് പറയുന്നു. അങ്കിളെ, അപ്പോൾ അങ്കിളിന് സത്യം തുറന്നു പറയായിരുന്നില്ലേ? എന്തിനാ അങ്കിളെ എല്ലാ പഴിയും അങ്കിളിങ്ങനെ വഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടാ, എനിക്ക് ഈ സത്യവും കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ അറിയാൻ പാടില്ലാണ്ടല്ല, പക്ഷേ അതായത് എൻ്റെ കുടുംബജീവിതം ഇല്ലാതാകും, എൻ്റെ മക്കളുടെ ജീവിതം ഇല്ലാതാകും. അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവൾ ചെയ്ത തെറ്റ് എൻ്റെ സെറ്റായി ഞാൻ എടുത്തു, അതിനൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. ഇതേ സമയം നിറകണ്ണുകളോടെ നിൽക്കുന്ന മനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനുവാണെങ്കിൽ ഞാൻ അലീനയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സത്യം കേട്ട ഷോക്ക് വിട്ടുമാറാതെ പതിയെ അലീനയുടെ അടുത്തേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അലീനയുടെ അടുത്തെത്തിയ മനു ആണെങ്കിൽ അലീനയോട് പതിയെ ചോദിക്കുന്നു, അലീനെ, നീ സത്യത്തിൽ ആരാണ് എന്ന് ചോദിക്കുന്നത് കാണാം. എന്താ മനുവേട്ട, എന്താ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ വേറെ ഒന്നുമല്ല, സത്യം പറഞ്ഞാലേ അങ്കിൾ ഇപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, അത് സത്യമാണോ എന്ന് എനിക്കറിയണം. അതോ അങ്കിള് ഉണ്ടാക്കി ഓരോ കഥകൾ പറയുന്നതാണോ എന്ന് എനിക്കറിയണം എന്ന് പറയുന്നത് കാണാം.
അച്ഛൻ എന്ത് പറഞ്ഞു എന്നാ മനുവേട്ടൻ ഈ പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അച്ഛൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, എന്താന്ന് വിചാരിച്ചാൽ നീ വൈജാൻറ്റിയുടെ മകളാണ് എന്നാണ് എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടൽ അലീനയ്ക്ക് വരുന്നത് നമുക്ക് കാണാട്ടോ. ഇതേ സമയമാണെങ്കിൽ മനുവിനും അത് സത്യമാകുന്നു, ബോധ്യമാകുന്നു എന്ന് നമുക്ക് കാണാം. അലീനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു. സത്യം പറയുക അലീനെ, ഈ പറഞ്ഞതിൽ വല്ല സത്യവുമുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാം. അപ്പോഴേക്കും അലീനയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാനായിട്ട് തുടങ്ങുന്നു, അതേ മനുവേട്ട, സത്യം പറഞ്ഞാൽ വൈജാൻറ്റി, അതായത് വൈജയന്തി മാഡമാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ മനു ആണെങ്കിൽ സങ്കടപ്പെടാനായിട്ട് ഒരുങ്ങുന്നതാണ് പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ കാണാൻ സാധിക്കുക. വേറൊന്നുമല്ല, മനുവിൻ്റെ അടുത്ത് പോലും നമ്മുടെ അലീന സത്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ പരിഭവം നമ്മുടെ മനു അലീനയോട് പറയുന്നു, അലീനെ, നിന്നെ ആദ്യമായിട്ട് ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതും ഇവിടെ നിന്നെ കൈപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഞാനല്ലേ, എന്നിട്ട് നീ എന്താ അലീനെ എന്നോട് സത്യമൊന്നും പറയാതിരുന്നത് എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാം. ഇതേ സമയമാണെങ്കിൽ അലീന പൊട്ടിക്കരഞ്ഞോട് പറയുന്നുണ്ട്, മനുവേട്ട എന്നോട് ക്ഷമിക്കണം, ഞാനിത് ആരോടും പറയണ്ട എന്നാണ് വിചാരിച്ചത്, പക്ഷെ സാറ് എങ്ങനെയോ സത്യവും കാര്യങ്ങളൊക്കെ കണ്ടെത്തി മനുവേട്ട, അതുകൊണ്ടാണ് സാർ എന്നെ വിടാതെ ഇവിടെ തന്നെ സാറിൻ്റെ മകളായിട്ട് ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് കാണാം. കൈകൂപ്പിക്കൊണ്ട് പറയാണ് കേട്ടോ. അപ്പോഴതാ നമ്മുടെ മനു അലീനയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, അലീനെ, എനിക്ക് നീ പറയാത്തതിൽ ഒരു പരാതിയോ ഒരു ദേഷ്യമോ ഒരു വിദ്വേഷമോ നിന്നോടില്ല, നീ അത് മറച്ചു വെക്കരുതായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, നിനക്കത് നേരത്തെ പറയാമായിരുന്നു എന്നും പറയുന്നത് നമുക്ക് കാണാം. അങ്ങനെ അലീനയുടെ ആ രഹസ്യം തിരിച്ചറിഞ്ഞ മനുവാണെങ്കിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുക്കുന്നുണ്ട്. തൻ്റെ അങ്കിളിനെ, തൻ്റെ നല്ല മനസ്സുള്ള അങ്കിളിനെ ഇനിയും കുറ്റപ്പെടുത്താനായിട്ട് അനുവദിക്കില്ല എന്നൊരു തീരുമാനമെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മനു ആണെങ്കിൽ വൈജയന്തിയോട് എല്ലാ സത്യവും പറയാനായിട്ട് ഒരുങ്ങുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. അങ്ങനെ നമ്മുടെ മനു താഴേക്ക് ചെല്ലുമ്പോൾ വൈജയന്തി അവിടെ നിൽക്കുന്നുണ്ട്. നിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞല്ലേ, എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടി നീ സത്യം പറഞ്ഞാൽ ഒരുത്തിയെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചില്ലേ, അവൾ കാരണമാണ് ഇപ്പോൾ എല്ലാ പ്രശ്നവും എന്ന് പറയാണ്. അത് കേട്ട മനു പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അലീനയല്ല തെറ്റുകാരി, ബാലചന്ദ്രൻ അങ്കിളും അല്ല തെറ്റുകാരി, സത്യം പറഞ്ഞാൽ ഇവിടെ വേറെ ചിലരൊക്കെയാണ് തെറ്റ് ചെയ്തിട്ട് മുഖം മൂടിയിട്ട് നടക്കുന്നത് എന്ന് പറയുന്നു. അത് നമ്മുടെ വൈജയന്തിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നു. ഇതേ സമയമാണെങ്കിൽ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ അതെന്തിനാടാ എൻ്റെ മുഖത്ത് നോക്കി പറയുന്നേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട്, അത് ആൻറ്റിയുടെ മനസ്സിനോട് ചോദിച്ചാൽ മതി, ആൻറ്റി എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളതെന്ന്, അപ്പോൾ ആൻറ്റിക്ക് അത് ബോധ്യമാകും എന്ന് പറയുന്നത് നമുക്ക് കാണാം. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയുടെ ആ രഹസ്യം പറയാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ കൂടി ബാലചന്ദ്രൻ എന്തോ കാപട്യമൊക്കെ പറഞ്ഞ് നിന്നെ പറ്റിച്ച് വെച്ചിരിക്കുകയാണ്, സത്യം പറഞ്ഞാൽ അലീന ബാലചന്ദ്രൻ്റെ മകളല്ലേടാ എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാം. അപ്പോഴതാ നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആൻറ്റി ഇത്ര ചീപ്പായിട്ട് പെരുമാറരുത്, ആൻറ്റി ചെയ്ത തെറ്റുകളൊന്നും ആൻറ്റി മറച്ച് പിടിച്ചിട്ട്, അതായത് മൂടി വെച്ചിട്ട് അത് എത്ര നാൾ ഇരിക്കും, അങ്ങനെ ആൻറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ട് ആൻറ്റി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഒരു കുഞ്ഞു ജനിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് നമുക്കധികം വൈകാതെ തന്നെ കാണാം. ഇതേ സമയമാണെങ്കിൽ വൈജ ഒന്ന് ഞെട്ടി നിൽക്കാണ്. അപ്പോഴേക്കും മനു ആണെങ്കിൽ അലീന എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറയാനായിട്ട് ഒരുങ്ങുന്ന സമയമാണെങ്കിൽ അവിടേക്ക് അലീന മനുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കയറി ചെല്ലുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മനു പിന്നെ ഒന്നും പറയുന്നില്ല, അലീനയും കൊണ്ട് വൈജയുടെ മുന്നിൽ നിന്ന് പോയി മാറി നിന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആ പഴയകാല ഷോക്കിലേക്ക് വൈജയന്തി വീണ്ടും പോകുന്നു എന്ന് കാണാം.
റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുള്ള് വീഡിയോ കാണണേ.